നമസ്കാരം. രാമായണത്തിലെ ഏറ്റവും വൈകാരികവും ദാർശനികവുമായ ഒരു ഭാഗമായ കിഷ്കിന്ധകാണ്ഡത്തിന്റെ ഈ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറുമൊരു കഥ എന്നതിലുപരി മനുഷ്യബന്ധങ്ങളുടെ ആഴവും ധർമ്മസങ്കടങ്ങളും ഭക്തിയുമൊക്കെ എത്രത്തോളം തീവ്രമാണെന്ന് ഈ ഭാഗം നമ്മെ കാണിച്ചു തരുന്നുണ്ട്. നേരിട്ട് തന്നെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? തുടക്കത്തിൽ തന്നെ ഈ മനോഹരമായ വരികളൊന്നു ശ്രദ്ധിക്കൂ. കബന്ധൻ ചൊന്നതൊക്കെ ഓർത്തു രാഘവൻ സമ്പന്നമാം പമ്പാതീരത്തെത്തിടുന്നു. കബന്ധന് ശാപമോക്ഷം നൽകിയതിനു ശേഷം ശ്രീരാമനും ലക്ഷ്മണനും അതിമനോഹരമായ പമ്പാനദിയുടെ തീരത്തെത്തിച്ചേർന്ന രംഗമാണിത്. ശരിക്കും പറഞ്ഞാൽ ഈയൊരു വരിയിലൂടെ നമ്മളും ആ പമ്പാതീരത്തെ സംഭവവികാസങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന ഒരു വലിയ വൈരുദ്ധ്യം എന്താണെന്നോ? ഒരു വശത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകൃതിഭംഗിയുള്ള പമ്പാതീരം, മറുവശത്തോ പ്രിയപത്നിയായ സീതയെ നഷ്ടപ്പെട്ടതിന്റെ അങ്ങേയറ്റത്തെ വേദനയിൽ നീറുന്ന ശ്രീരാമൻ. സാധാരണഗതിയിൽ പ്രകൃതിയുടെ സൗന്ദര്യം നമ്മുടെ ദുഃഖങ്ങളെ ശമിപ്പിക്കേണ്ടതാണല്ലോ. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. ആ മനോഹരമായ കാഴ്ചകൾ അദ്ദേഹത്തിന്റെ ഹൃദയവേദനയുടെ ആഴം അക്ഷരാർത്ഥത്തിൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ നഷ്ടബോധം എത്രത്തോളം തീവ്രമാണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ഈയൊരു തീവ്രമായ ദുഃഖത്തിലൂടെ കടന്നുപോകുമ്പോഴാണ് കഥയിലെ അടുത്ത പ്രധാന വഴിത്തിരിവ് സംഭവിക്കുന്നത്. സമാനമായ ഒരവസ്ഥയിലൂടെ കടന്നുപോകുന്ന മറ്റൊരാളിലേക്ക് ശ്രീരാമൻ എത്തിച്ചേരുന്നു. അതെ, വാനരശ്രേഷ്ഠനായ ഹനുമാനുമായുള്ള കൂടിക്കാഴ്ചയും സ്വന്തം ജ്യേഷ്ഠനായ ബാലിയിൽ നിന്ന് ഉപദ്രവങ്ങളേറ്റ് ദുഃഖിതനായി കഴിയുന്ന സുഗ്രീവനെ കണ്ടുമുട്ടുന്നതും ഇവിടെ വെച്ചാണ്. പരസ്പരം പങ്കുവയ്ക്കപ്പെടുന്ന ഈ സമാന ദുഃഖങ്ങളാണ് പിന്നീട് ലോകം കണ്ട ഏറ്റവും മഹത്തായൊരു ഉടമ്പടിക്ക് വഴിയൊരുക്കുന്നത്. ഈ ഉടമ്പടിയുടെ പവിത്രത ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. അഗ്നിസാക്ഷിയായുള്ള സൗഹൃദം. അഗ്നിയെ സാക്ഷിയാക്കി രാമനും സുഗ്രീവനും തമ്മിലുണ്ടാക്കുന്ന ഈ ബന്ധം വെറുമൊരു വാക്കല്ല കേട്ടോ. അതൊരിക്കലും ഭേദിക്കാനാവാത്ത അടിയുറച്ച ഒരു സൗഹൃദമാണ്. സമാനമായ വേദനകൾ അനുഭവിക്കുന്നവർ പരസ്പരം താങ്ങാകുമ്പോൾ ജനിക്കുന്ന ഐക്യം, അതിന് സമാനതകളില്ലാത്ത കരുത്തുണ്ടെന്ന് ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇനി ഏറ്റവും കൗതുകകരമായ മറ്റൊരു കാര്യമുണ്ട്. ധർമ്മം എന്നത് എപ്പോഴും ഒരു നേർരേഖയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒന്നല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ബാലിവധം എന്ന സംഭവത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ശരിക്കും അഭിമുഖീകരിക്കുന്നത് ധർമ്മത്തിന്റെ വളരെ സങ്കീർണമായ ഒരു പാതയെയാണ്. കേവലം ഒരു യുദ്ധം എന്നതിലുപരി ഒട്ടേറെ ധാർമ്മിക ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു സന്ദർഭമായി ഇത് മാറുന്നുണ്ട്. ബാലിയുടെ പരാജയത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ, ആദ്യം സുഗ്രീവനുമായുള്ള രഹസ്യ ഉടമ്പടി, പിന്നെ ഒളിഞ്ഞിരുന്നുകൊണ്ട് ബാലിയെ വധിക്കുന്നത്, ഒറ്റനോട്ടത്തിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. എന്നാൽ ശ്രീരാമൻ ഇവിടെ വെറുമൊരു പ്രതികാരം ചെയ്യുന്ന യോദ്ധാവ് മാത്രമല്ല. മരണാശയിൽ കിടക്കുന്ന ബാലിക്ക് അദ്ദേഹം നൽകുന്ന ജ്ഞാനോപദേശവും ഒപ്പം ബാലിയുടെ പത്നിയായ താരയെ ആശ്വസിപ്പിക്കുന്നതും ഇതിലെ വളരെ നിർണായകമായ കാര്യങ്ങളാണ്. നീതിയുടെയും ധർമ്മത്തിന്റെയും അഗാധമായ പാഠങ്ങളാണ് അദ്ദേഹം ഇവിടെ പകർന്നു നൽകുന്നത്. ഈ സംഭവത്തിനു ശേഷം കഥ മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. അധികാരത്തിന്റെ മായ മനുഷ്യരെ എത്രത്തോളം അന്ധരാക്കാമെന്നതാണ് ഇനിയുള്ള ഭാഗം നമ്മെ കാണിക്കുന്നത്. ബാലിവധത്തിനു ശേഷം സുഗ്രീവൻ കിഷ്കിന്ധയുടെ പുതിയ രാജാവായി അധികാരമേൽക്കുന്നു. എന്നാൽ ഈ വലിയ വിജയം അദ്ദേഹത്തെ എങ്ങനെയാണ് മാറ്റുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മളിൽ പലർക്കും സംഭവിക്കാവുന്ന ഈ മനുഷ്യസഹജമായ വീഴ്ചകൾ കഥയെ കൂടുതൽ യാഥാർത്ഥ്യത്തോട് ചേർത്ത് നിർത്തുന്നു. സുഗ്രീവന് സംഭവിക്കുന്ന ആ വലിയ വീഴ്ച നോക്കൂ. കിഷ്കിന്ധയുടെ രാജാവായതോടെ വർഷക്കാലത്തിന്റെ മനോഹാരിതയിലും പുതിയ രാജകീയ സൗകര്യങ്ങളിലും അദ്ദേഹം പൂർണ്ണമായും മയങ്ങിപ്പോകുന്നു. സീതയെ അന്വേഷിക്കാമെന്ന് താൻ രാമന് നൽകിയ ആ പവിത്രമായ വാഗ്ദാനം അദ്ദേഹം താൽക്കാലികമായി മറന്നുപോകുകയാണ്. പെട്ടെന്ന് ലഭിക്കുന്ന വിജയങ്ങളും സൗകര്യങ്ങളും എങ്ങനെയാണ് നമ്മെ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുക എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അതെ, അധികാരത്തിന് അങ്ങനെയൊരു മയക്കമുണ്ട്. ഇവിടെയാണ് ലക്ഷ്മണന്റെ ഉഗ്രമായ ഇടപെടൽ നമ്മൾ കാണുന്നത്. സുഗ്രീവന്റെ ഈ വാഗ്ദാന ലംഘനം തിരിച്ചറിയുന്ന ലക്ഷ്മണൻ ഉഗ്രരൂപിയായി കോപത്തോടെ കിഷ്കിന്ധയിലേക്ക് കുതിച്ചെത്തുന്നുണ്ട്. അധികാരത്തിന്റെ മയക്കത്തിൽ കിടന്നിരുന്ന സുഗ്രീവനെ ഒറ്റയടിക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വലിച്ചുണർത്തുന്നത് ആ കോപമാണ്. യഥാർത്ഥ സൗഹൃദമെന്ന് പറയുന്നത് എപ്പോഴും മധുരമുള്ള കാര്യങ്ങൾ മാത്രം പറയലല്ല, അല്ലേ? തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ആവശ്യമെങ്കിൽ കടുത്ത ഭാഷയിൽ തന്നെ ശരിയായ വഴിയിലേക്ക് നയിക്കുക കൂടിയാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈയൊരു സംഭവത്തിനു ശേഷം കഥാഗതി വളരെ വേഗത്തിലാണ് വികസിക്കുന്നത്. ലക്ഷ്മണന്റെ ഇടപെടലോടെ സുഗ്രീവൻ തന്റെ തെറ്റ് തിരിച്ചറിയുകയും തന്റെ വാക്ക് പാലിക്കാനായി ഉണർന്നു പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അക്ഷരാർത്ഥത്തിൽ ഭക്തിയുടെയും അർപ്പണബോധത്തിന്റെയും ഒരു വലിയ കുതിപ്പ് തന്നെ നാം ഇവിടെ കാണുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും അതിവിപുലമായൊരു വാനരസേനയെ സജ്ജമാക്കുന്ന ആവേശകരമായ ഘട്ടമാണിത്. സീതയ്ക്കായുള്ള ഈ അന്വേഷണം അത്ര ചെറുതൊന്നുമല്ല. അതൊരു ആഗോളതലത്തിലുള്ള തിരച്ചിലാണ്. വാനരപ്പടയെ ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും നിയോഗിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘം യാത്ര തിരിക്കുന്നത് തെക്കോട്ടാണ്. ഹനുമാൻ, അംഗദൻ, ജാംബവാൻ തുടങ്ങിയ അധികായന്മാരാണ് ഈ സംഘത്തെ നയിക്കുന്നത് തന്നെ.
വലിയ വലിയ പ്രതിസന്ധികളെ ഒരു കൂട്ടായ്മയിലൂടെ എങ്ങനെ നേരിടാമെന്ന് ഈ സംഘാടനം നമുക്ക് കാണിച്ചു തരുന്നു. അതാണ് ഈ ഭാഗത്തെ ഏറ്റവും വലിയ പാഠവും. അങ്ങനെ സീലയെ അന്വേഷിച്ചിറങ്ങിയ ഈ സംഘം യാത്ര ചെയ്ത് ഒടുവിൽ വലിയൊരു പ്രതിസന്ധിക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവർ ദക്ഷിണ സമുദ്രത്തിന്റെ തീരത്തെത്തിച്ചേർന്നിരിക്കുന്നു. അതിവിശാലമായ അറ്റമില്ലാത്ത ഈ മഹാസമുദ്രം എങ്ങനെ താണ്ടും എന്ന ചിന്തയോടെ അനന്തതയിലേക്ക് നോക്കി നിൽക്കുന്ന ആ നിമിഷത്തിലാണ് കിഷ്കിന്ധാകാന്ഡം അവസാനിക്കുന്നത്. ഇതുവരെ അവർ താണ്ടിയ വഴികളേക്കാൾ എത്രയോ വലിയൊരു വെല്ലുവിളിയാണിപ്പോൾ അവർക്ക് മുന്നിലുള്ളത്. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ സ്വയം ചോദിക്കേണ്ട വളരെ വലിയൊരു ചോദ്യമുണ്ട്. അസാധ്യമെന്ന് തോന്നുന്ന ഈ അതിവിശാലമായ മഹാസമുദ്രത്തെ ഈ സംഘം അവരുടെ അചഞ്ചലമായ ഭക്തിയും ആത്മസമർപ്പണവും കൂട്ടായ്മയും കൊണ്ട് എങ്ങനെയാണ് മറികടക്കാൻ പോകുന്നത്? വരാനിരിക്കുന്ന ആ വെല്ലുവിളികളെ അവർ എങ്ങനെ നേരിടുമെന്നും രാമഭക്തനായ ഹനുമാന്റെ മഹാത്മ്യം ലോകം എങ്ങനെ ദർശിക്കാൻ പോകുന്നുവെന്നുമുള്ള ചിന്തകളോടെ നമുക്ക് ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കാം. തീർച്ചയായും ഇത് നമ്മെ ഒട്ടേറെ ചിന്തിപ്പിക്കുകയും രാമായണത്തിന്റെ അടുത്ത തലങ്ങളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല. വീണ്ടും കാണാം.